അമേരിക്കയുടെ അമിതമായ ആവശ്യങ്ങളാണ് ഈ വെടിനിർത്തൽ കരാറില് അല്ലെങ്കിൽ സമാധാന ചർച്ചയിലെ ഒരു പ്രധാന കല്ലുകടിയായിട്ട് നിൽക്കുന്നത് എന്നുള്ളതും ഇതെങ്ങനെ നീണ്ടു പോവാനുള്ള കാരണം എന്നുള്ളതാണ് അബ്ബാസ് അരാക്ചി പറഞ്ഞത്. UN പ്രസിഡന്റ് അന്റോണിയോ ഗുട്ടറസുമായിട്ട് നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിലാണ് പുള്ളി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് എന്നുള്ളതാണ്. ഇത് പക്ഷെ അബ്ബാസ് അരാക്ചി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് നമുക്കത് ഓൾറെഡി അറിയാം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത് എന്നുള്ളത്. ആർക്കാണ് ഇവിടെ പ്രശ്നം കൂടുതലായിട്ട് ഉള്ളത് എന്നുള്ളതും എന്തുകൊണ്ടാണ് അത് അവരെങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതും ഈ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അതായത് ഒന്നാമത്തത് യുറേനിയമാണ്. യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണമെന്ന് പറയുന്നതും പിന്നെ ഓർമൂസിലൂടെയുള്ള ചുങ്കപ്പിരിവും പിന്നെ എന്ന് പറയുന്നത് ഈ മിസൈലുകളുടെ എണ്ണം കുറയ്ക്കുന്നതും. ഇത് ഇവരാരാ സത്യത്തിൽ ഇറാനോട് ഇത് പോയി പറയാൻ? ഇവർക്ക് എന്ത് അവകാശമാണുള്ളത്? അതായത് ഇവരെന്താ ലോക ഗുണ്ടേ? അപ്പൊ ഇറാൻ ഇവിടെ എടുക്കുന്ന ഒരു നിലപാട് എന്താണെന്നറിയോ? ലോക ഗുണ്ടയോട് അടിയറവ് വെച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമാധാനം വേണ്ട എന്നുള്ളതാണ് ഇറാൻ ഇവിടെ എടുത്തിരിക്കുന്ന തീരുമാനം എന്നുള്ളതാണ്. അതായത് ഇറാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതുപോലെ വേറൊരു രാജ്യത്തിന് മേലെ ആക്രമണം നടത്താൻ പോകുമ്പോൾ മുൻപിൻ ചിന്തയില്ലാതെ ഞങ്ങൾ വലിയ ശക്തിയാണ്, സമ്പന്നരാണ്, സൈനിക ശക്തിയാണ് എന്ന ബലത്തില് മറ്റു രാജ്യങ്ങൾക്ക് മേലെ ആക്രമണം നടത്താൻ പോകുമ്പോ അവര് നെഞ്ചു വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും അനുഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ എന്തനുഭവിക്കും എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കണം യഥാർത്ഥത്തില് ഇറാൻ ഇവിടെ ചെയ്യുന്നതെന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷയും ഞങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ ഓയിലും മണ്ണും മാത്രമല്ല ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭാവിയും ഞങ്ങളുടെ സഹോദരങ്ങളുടെ സമാധാനം കൂടെ ഇതിന്റെ ഭാഗമായിരിക്കണം എന്നുള്ളത് ഇറാൻ ഉറപ്പുവരുത്തുകയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഫലസ്തീൻ ഇഷ്യൂയും അതേപോലെ തന്നെ ഇസ്രായേൽ ഇപ്പൊ ലെബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മാരകമായിട്ടുള്ള ആക്രമണത്തെ കുറിച്ചുമാണ്. ഈ കാര്യങ്ങൾ കൂടെ, അതായത് ഇറാനിൽ നിന്നും എത്രയോ അകലെ കിടക്കുന്ന സ്വതന്ത്രമായിട്ടുള്ള മറ്റൊരു രാജ്യത്തിന്റെ കാര്യത്തെ കൂടെ ഇറാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ബ്രദർഹുഡിനെ നിലനിർത്തുക, ഒരു ബ്രദർഹുഡ് എങ്ങനെയായിരിക്കണം ഒരു ഹ്യൂമാനിറ്റേറിയൻ നിലപാട് എന്നുള്ളതൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയോട് എതിരിട്ട് നിന്നിട്ട്. ഇതിനെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമേരിക്ക യുദ്ധത്തിലൂടെ നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അമേരിക്ക യഥാർത്ഥത്തിൽ ചർച്ചയിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ അന്ന് തന്നെ അബ്ബാസ് അരാക്ചി പറഞ്ഞൊരു സാധനമാണ്. അതായത് ഈ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു കൂട്ടർക്കും സമ്മതമാവുന്ന ഒരു പോയിന്റിലേക്ക് എത്തുക എന്നുള്ളതല്ലേ. അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം അംഗീകരിക്കാനും ഞാൻ പറയുന്ന കാര്യങ്ങൾ ആസച്ച് അതേപോലെ തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ളതാണോ ചർച്ച? അതിന് ചർച്ചയുടെ ആവശ്യമില്ല. ഒരു ഇണ്ടാസ് അങ്ങ് കൊടുക്കുക, ഇണ്ടാസ് അങ്ങ് കൊടുത്തിട്ട് ഒപ്പിട്ടങ്ങ് വാങ്ങിക്കുക, എന്നിട്ട് സാധനം എടുത്തോണ്ട് പോവുക. ഇതാണ് പരിപാടി. അല്ലാതെ ചർച്ച, സമാധാന ചർച്ച എന്നൊന്നും ഇതിന് പറയാൻ പറ്റത്തില്ല. അപ്പോ ഇതേ കാര്യം UAE കൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതായത് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് എത്താൻ 50% മാത്രമേ ചാൻസ് ഉള്ളൂ എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ UAE കൂടെ ഇതിന്റെ കൂടെ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവരെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നത് പാകിസ്ഥാനെയും കൂടിയാണ്. പാകിസ്ഥാൻ ഈ പറയുന്ന ഇറാനുമായിട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള ചർച്ചയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെയാണ്. പിന്നീന്ന് രണ്ട് കുത്ത് കിട്ടിയിട്ടും ഇപ്പോഴും ട്രംപ് അണ്ണൻ പാകിസ്ഥാനെ നമ്പുന്നു എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അയാൾ അങ്ങനെയാണ്, അതങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതാണ്. മാത്രമല്ല, അടുത്ത അറ്റാക്ക് വരും എന്നുള്ളത് ഇറാൻ നന്നായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇറാന്റെ സ്റ്റോക്ക് പൈലുകൾ എല്ലാം തന്നെ ഇറാൻ റെഡിയാക്കി വെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. മാത്രമല്ല, നമ്മൾ എന്താ വിചാരിച്ചേ, ഒരു ഒരു വാർഷിപ്പ് ഒരിച്ചിരി അങ്ങ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ഡോളറാണ് യഥാർത്ഥത്തിൽ ചെലവ് വരുന്നത്. അല്ലാതെ ഇങ്ങനെ വെള്ളത്തിന്റെ മേലെ ഇങ്ങനെ ആടി ഒലിഞ്ഞ് നിൽക്കുക, ഇതിങ്ങനെ ഒഴുകാണ്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത അവിടെ നിർത്തിയിട്ടാ പോരെ എന്നുള്ളതൊന്നും അല്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ മൂവ്മെന്റിനും
അതേപോലെ തന്നെ ഈ സാധനത്തിനെ ഒന്ന് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിലൊക്കെ ആയിരക്കണക്കിന് ഗാലൻ എണ്ണ വേണം, അതായത് ഷിപ്പ് ഓയിൽ വേണം. അതേപോലെ തന്നെ ഇവരുടെ ചില ഈ പറയുന്ന വാർഷിപ്പിനകത്തൊന്നും ഓയിൽ അല്ല ഉപയോഗിക്കുന്ന, ചെറിയ ന്യൂക്ലിയർ പ്ലാന്റ് വഴിയാണ് ഇവര് ഇതിനകത്ത് ഈ പറയുന്ന എനർജി ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കടക്കുമ്പോഴാണ് ഈ പറയുന്ന തിരിച്ചടികളെല്ലാം അമേരിക്കക്ക് കിട്ടിയിട്ടുമാണ് ഇപ്പോഴും അവിടെ ഗുണ്ടാപ്പണി എടുത്ത് നിന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ അതിശയകരമായിട്ടുള്ള കാര്യം. അതായത് സ്റ്റോക്ക് പൈലുകൾ തീർന്നു, എയർക്രാഫ്റ്റുകൾ ഇറാൻ അടിച്ചിട്ടു, അതേപോലെ തന്നെ ഈ പറയുന്ന ഹോർമൂസിന്റെ കൺട്രോൾ മൊത്തത്തിലെടുത്തു. എന്നിട്ടും ഡിമാൻഡ് വെക്കുക, എന്നിട്ടും ഗുണ്ടായിസം കാണിക്കുക, എന്നിട്ടും ഭീഷണിപ്പെടുത്തുക. ഇതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന മിഥ്യാധാരണയിലാണ് അമേരിക്ക ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് പറയുന്ന പേരെന്താണ്? സമാധാന ചർച്ച. സമാധാന ചർച്ചയിൽ എന്താ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയുടെ താല്പര്യങ്ങൾ മാത്രം അംഗീകരിക്കുക എന്ന് പറയുന്ന പരിപാടി. ഇപ്പോ ആ റീജിയണിലെ പ്രധാന ശക്തിയായിട്ട് ഇരിക്കുന്ന ഇറാൻ ഒരു കാരണവശാലും ഈ കാര്യങ്ങൾ അംഗീകരിക്കാനും പോകുന്നില്ല. അതേപോലെ തന്നെ അമേരിക്കക്ക് യുറേനിയം കൈമാറരുത് എന്നുള്ള കാര്യം ഇപ്പത്തെ മുസ്തഫ അലി ഖമൈനി തീരുമാനം എടുക്കുകയും കൂടെ ചെയ്തു എന്നുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ കാണണം. അപ്പോ ലോക ഗുണ്ട കളിച്ച് ഗുണ്ടായിസം കളിച്ച് അങ്ങ് കയറി ചെന്ന എല്ലാം അങ്ങ് കൈപ്പിടിയിൽ ഒതുക്കാം എന്ന അമേരിക്കയുടെ മിഥ്യാധാരണക്ക് മേലെയാണ് യഥാർത്ഥത്തില് ഇറാന്റെ ഡ്രോണുകൾ പറന്നത് എന്നാണ് നമ്മൾ ഇതിൽ കാണേണ്ടത്.